ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഈ ആഴ്ച തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MT വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്? 7 പേർക്കാണ് പത്മവിഭൂഷൺ 2025 ലഭിച്ചത്. D. നാഗേശ്വർ റെഡ്ഡി, തെലുങ്കാന. റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, ഛത്തീസ്ഗഡ്. കുമുദിനി രജനീകാന്ത് ലാഖിയ, ഗുജറാത്ത്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, കർണാടക. ശാരദ സിൻഹ, ബീഹാർ. ഒസാമു സുസൂക്കി, ജപ്പാൻ എന്നിവർക്കാണ് MTക്ക് പുറമെ ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? D. നാഗേശ്വർ റെഡ്ഡി, റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദുനി രജനീകാന്ത് ലാഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ശാരദ സിൻഹ, ഒസാമ സുസൂക്കി. MTക്കും സുസൂക്കി സ്ഥാപകൻ ഒസാമ സുസൂക്കിക്കും മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. MTക്കും സുസൂക്കിക്കും മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ചു. MTക്ക് പത്മവിഭൂഷൺ പുരസ്കാരവും ജ്ഞാനപീഠവും നേരത്തെ ലഭിച്ചിട്ടുണ്ട്. മലയാളികളായ ഒളിമ്പ്യൻ PR ശ്രീജേഷിനും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനും നടിയും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 19 പേർക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചു. മലയാളികളായിട്ടുള്ള ഒളിമ്പ്യൻ PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, കൂടാതെ നടിയും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ ലഭിച്ചു. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ശോഭന. ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടി, ക്രിക്കറ്റ് താരം R അശ്വിൻ, ഗായകൻ അരിജിത് സിംഗ് തുടങ്ങി 113 പേർ പത്മശ്രീ പുരസ്കാരം നേടി. പത്മശ്രീ 113 പേർക്ക് ലഭിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടി, ക്രിക്കറ്റ് താരം R അശ്വിൻ, ഗായകൻ അരിജിത്ത് സിംഗ്. ഓക്കെ, അപ്പോൾ 19 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ. എത്ര പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്? 7. പത്മവിഭൂഷൺ 7, പത്മഭൂഷൺ 19, പത്മശ്രീ 113. 7, 19, 113 ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 1954 മുതൽ വർഷം തോറും റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ 1978, 79, 1993 മുതൽ 1997 വരെയുള്ള വർഷങ്ങളിൽ ഒഴികെ പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, 78, 79, 93, 97 വരെയുള്ള വർഷങ്ങളിൽ ഒഴികെ എല്ലാ വർഷവും പുരസ്കാരം നൽകിയിട്ടുണ്ട്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം കഴിഞ്ഞാലുള്ള 2ാമത്തെ പരമോന്നത പുരസ്കാരമാണ് പത്മവിഭൂഷൺ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷണും 4ാമത്തേത് പത്മശ്രീയുമാണ്. പ്രധാനമന്ത്രി രൂപവത്കരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് എല്ലാ നോമിനേഷനുകളും എത്തുക. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പത്മ അവാർഡ് കമ്മിറ്റിയിൽ ആഭ്യന്തര സെക്രട്ടറി, രാഷ്ട്രപതിയുടെ സെക്രട്ടറി, നാല് മുതൽ 6 വരെ പ്രമുഖ വ്യക്തികൾ എന്നിവർ അംഗങ്ങളായിരിക്കും. സമിതിയുടെ ശുപാർശകൾ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് രാഷ്ട്രപതിയാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന വിശേഷണമുള്ള ഏത് സ്വാതന്ത്ര്യ സമര നേതാവിന്റെ 128ാമത്തെ ജന്മവാർഷികമാണ് ജനുവരി 23 കടന്നുപോയത്? സുഭാഷ് ചന്ദ്രബോസിന്റെ. അദ്ദേഹം രാജ്യസ്നേഹികളുടെ രാജകുമാരനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ 128ാമത്തെ ജന്മവാർഷികമായിരുന്നു. 1897 ജനുവരി 23 പ്രഭാവതി ദത്ത് ബോസിന്റെയും ജാനകി നാഥ് ബോസിന്റെയും മകനായി ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. 14 മക്കളിൽ 9ാമത്തെ കുട്ടിയാണ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. ബാപ്പു എന്നും രാഷ്ട്രപിതാവ് എന്നും ഗാന്ധിജിയെ വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇത് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട, എക്സാം വ്യൂവിലും മാത്രം നമുക്ക് നോക്കാം.
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി 25-ന് 75-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അന്നേ ദിവസം എത്രാമത്തെ വോട്ടേഴ്സ് ദിനമാണ് കടന്നുപോയത്? 15-ാമത്തെ വോട്ടേഴ്സ് ഡേ. 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. ഈ ദിനത്തിന്റെ സ്മരണയ്ക്കായി ദേശീയ വോട്ടേഴ്സ് ദിനം 2011 മുതലാണ് ആചരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ കോളം ഒന്ന് നോക്കാം. 2025-ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയതാരാണ്? മാഡിസൺ കെയ്സ് ആണ്. 2025-ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ. അമേരിക്കൻ താരമാണ് മാഡിസൺ കെയ്സ്. ഫൈനലിൽ ബെലാറസിന്റെ അരിയാന സബലങ്കയെയാണ് തോൽപ്പിച്ചത്. സബലങ്ക തുടർച്ചയായി രണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023-24 സ്വന്തമാക്കിയ ശേഷം 24 US ഓപ്പൺ കിരീടവും നേടിയ ആളാണ്. 2015-ൽ 33-ാം വയസ്സിൽ US ഓപ്പൺ നേടിയ ഫ്ലാവിയ പെന്നറ്റയ്ക്ക് ശേഷം ആദ്യ ഗ്രാൻഡ് സ്ലാം നേടുന്ന പ്രായം കൂടിയ താരവുമായി 29 വയസ്സുള്ള കേസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നിലനിർത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജിം കൊറിയയാണ്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കി കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരളത്തിന്റെ എത്രാമത്തെ ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേറ്റത്? 23-ാമത്തെ ഗവർണറാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണർ. അദ്ദേഹം 23-ാമത്തെ ഗവർണറാണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി നിയമിതനായ ഒഴിവിലാണ് ആർലേക്കർ ചുമതലയേറ്റത്. ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടേക്ക് പോയി? ബീഹാർ ഗവർണറായിട്ട് പോയി. അപ്പോഴാണ് നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായത്. അദ്ദേഹം ഗോവ സ്വദേശിയാണ്. അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു. ബീഹാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗവർണറായി വന്നു. ഗോവ സംസ്ഥാനത്തെ മന്ത്രി, നിയമസഭാ സ്പീക്കർ, ഹിമാചൽ പ്രദേശ് ഗവർണർ തുടങ്ങിയ പദവികളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഗോവ സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുണ്ട്, നിയമസഭാ സ്പീക്കറായിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് ഗവർണറൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയ രാഷ്ട്രീയ കക്ഷി BJP ആണ്. 2244 കോടി രൂപയാണ് സംഭാവനയായിട്ട് BJP കൈപ്പറ്റിയത്. 2022-23 കൈപ്പറ്റിയതിനേക്കാൾ 3 ഇരട്ടി വർധനവുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാമിൽ നടന്ന സമ്മേളനത്തിന്റെ 100-ാം വാർഷികം 2024 ആഘോഷിച്ചു. എന്തായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം? ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക സമ്മേളനമാണ്. 1924 ഡിസംബർ 26 മുതൽ 28 വരെയായിരുന്നു കർണാടകയിലെ ബെൽഗാവിൽ സമ്മേളനം നടന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ സ്തോഭജനകമായ സംഭവങ്ങൾ പകർത്തിയ ഐസ് കാൻഡിമാൻ എന്ന നോവലിന്റെ രചയിതാവായ പാകിസ്ഥാനി എഴുത്തുകാരി അടുത്തിടെ അന്തരിച്ചു. പേര് ബാപ്സി സിദ്ധ്വ എന്നാണ്. ബാപ്സി സിദ്ധ്വ. ഇന്ത്യ പാക് വിഭജനത്തിന്റെ സ്തോഭജനകമായ സംഭാവനകൾ പകർത്തിയ ഐസ് കാൻഡിമാൻ എന്ന നോവലിന്റെ രചയിതാവാണ് ബാപ്സി സിദ്ധ്വ. (2024) ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. 91 വയസ്സായിരുന്നു. 1933 ജൂലൈ 15-ന് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. 50-ലേറെ തിരക്കഥകൾ രചിച്ച MTക്ക് 7 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാം ഊഴം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ്. അദ്ദേഹം 1973 MT സംവിധാനം ചെയ്ത നിർമാല്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ചിട്ടുണ്ട്. നിർമാല്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇയാളെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. മൻമോഹൻ സിംഗ് 2024 ഡിസംബർ 26-ന് അന്തരിച്ച
മൻമോഹൻ സിംഗ് ഏത് കാലത്താണ് പ്രധാനമന്ത്രി പദവി വഹിച്ചത്? 2004 മുതൽ 2014 വരെ. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയായ അദ്ദേഹം 2 പ്രാവശ്യം ആ പദവി വഹിച്ചു. 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണറും 85 മുതൽ 87 വരെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. മൻമോഹൻ സിംഗിനെ പറ്റി അദ്ദേഹത്തിന്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാരു രചിച്ച പുസ്തകമാണ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയാലോ നമുക്ക്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻ മെയർ പാർലമെന്റ് പിരിച്ചുവിട്ടു. പാർലമെന്റിന്റെ പേര് ബുണ്ടസ്ടാഗ് എന്നാണ്. ബുണ്ടസ്ടാഗ്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻ പാർലമെന്റ് പിരിച്ചുവിട്ടു. പാർലമെന്റിന്റെ പേര് ബുണ്ടസ്ടാഗ്. ഡിസംബറിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ചാൻസലർ ഒലാഫ് ഷോൾ പരാജയപ്പെട്ടിരുന്നു. ലോക വനിത റാപ്പിഡ് ചെസ് കിരീടം നേടിയത് കൊനേരു ഹംപിയാണ്. അടുത്തിടെ 100-ാം വയസ്സിൽ അന്തരിച്ച ജിമ്മി കാർട്ടർ യുഎസിന്റെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? ജിമ്മി കാർട്ടർ 39-ാമത്തെ പ്രസിഡന്റ്. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ്. 1977 മുതൽ 81 വരെ പ്രസിഡന്റ് പദവി വഹിച്ചു. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം. നമുക്ക് എക്സാംസിൽ എന്തായാലും യൂസ്ഫുൾ ആവും. താങ്ക് യു. നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.